പശ്ചിമേഷ്യയിലെ സാഹചര്യം വളരെ ആശങ്കപ്പെടുത്തുന്നതാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. നിലവിൽ ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് ഇന്ത്യ കടന്നിട്ടില്ല. ഇറാൻ, ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് വിമാന സർവീസുകൾ ഇപ്പോഴും തുടരുന്നുണ്ടെന്നും വിദേശ മന്ത്രാലയം അറിയിക്കുന്നു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അച്യുതൻ, വിശദാംശങ്ങൾ. ഈ പശ്ചിമേഷ്യയിലെ സാഹചര്യത്തിൽ വീണ്ടും ആശങ്ക രേഖപ്പെടുത്തുകയാണ് ഇന്ത്യ. രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ സംയമനം പാലിക്കണമെന്നുള്ളതാണ് ഇന്ത്യയുടെ നിരന്തരമുള്ള ഒരു അഭ്യർത്ഥന കൂടി. ഇന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഇക്കാര്യമാണ് വ്യക്തമാക്കിയത്. മറ്റൊന്ന്, ഈ യുദ്ധമുഖത്തു നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നുകൂടി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ രാജ്യങ്ങളിലേക്ക്, ഇറാനിലേക്കായിരുന്നാലും ഇസ്രായേലിലേക്കായിരുന്നാലും വിമാന സർവീസുകൾ ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തിരികെ ജന്മനാട്ടിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് പ്രയോജനപ്പെടുത്താമെന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ചില കണക്കുകൾ കൂടി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 3000-ഓളം ഇന്ത്യക്കാർ ലെബനിലും 10,000-ഓളം പേർ ഇസ്രായേലിലുമുണ്ട്. ആ 10,000-ഓളം പേരിൽ 5,000-ഓളം വരുന്നവർ അത് വിദ്യാർത്ഥികളാണ് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യങ്ങൾ അതിസൂക്ഷ്മമായാണ് ഇന്ത്യ നിരീക്ഷിച്ചു വരുന്നത്. SK. ഓക്കെ, താങ്ക് യു ആർ അച്യുതൻ.